ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞാനിവിടെ ബാംഗ്ലൂരിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കൂടുതൽ ഹാപ്പി ആവാൻ കാരണം അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അഷ്ടൂൻ്റെ അമ്മയും അച്ഛനുമാണ് കേട്ടോ, അറിയാത്തവർക്കായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അമ്മയും അച്ഛനും നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ ഈവുന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അമ്മ സ്പെഷ്യൽസ് ഫ്രം പട്ടാമ്പി. അപ്പോൾ അമ്മ അവിടെ ഉണ്ടായിരുന്ന നാളികേരമൊക്കെ എന്തിനാ വെറുതെ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം ഭയങ്കര വിലയല്ലേ ഇപ്പോൾ നാളികേരത്തിനൊക്കെ. അപ്പോൾ ഇവിടെ 48 രൂപയ്ക്കാണ് ഇന്ന് ഞാൻ വാങ്ങിച്ചത്. പിന്നെ റംബൂട്ടാൻ ഞാൻ സ്പെഷ്യലായിട്ട് അമ്മോട് പറഞ്ഞിരുന്നു, കാരണം ഇതുവരെ റംബൂട്ടാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടുന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ താള് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്, പരിപ്പിൻ്റെ കൂടെ കറി വെച്ചാൽ. പിന്നെ ഉള്ളത് പ്ലാവിലയാണ് കേട്ടോ. പ്ലാവിലയും പിന്നെ അമ്മ മഞ്ഞളിൻ്റെ ഇലയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് മറ്റേ ആ ഒരു സ്മെല്ലുള്ള ഇലയുണ്ടല്ലോ, അതിൻ്റെ പേരെന്താ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കോമൻറ്റ് ചെയ്യണേ. നേരത്തെ കാണിച്ചത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്നുള്ള പ്രസാദമാണ് കേട്ടോ. അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസാദം അമ്മ അങ്ങ് കൈയോടെ കൊണ്ടുവന്നു. പിന്നെ മുക്കുറ്റിയാണ്, കർക്കിടക മാസമാണ്. മുക്കുറ്റിക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് പിഴിഞ്ഞിട്ട് മുക്കുറ്റി നീര് നെറ്റത്ത് തൊടാം. പിന്നെ അത് മാത്രമല്ല, മുക്കുറ്റി ആക്ച്വലി ഈ ഒരു വേരോട് കൂടിയിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത് ഷുഗറിൻ്റെ ഒരു കൺട്രോളിന് നല്ലതാണ്. ഞാൻ ഷുഗർ പേഷ്യൻ്റ് ആയിട്ടില്ല ഇതുവരെ, പക്ഷേ എനിക്കതിനുള്ള ടെൻഡൻസി ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി വെച്ചുള്ളത് കൊണ്ട് ഡോക്ടർ കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ തന്നെ ഒന്ന് കെയർഫുൾ ആവുന്നതാണ്. പിന്നെ മുരിങ്ങ ഇലയാണ് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് ഇലക്കറികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മയുടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ നെയ്യാണ് കേട്ടോ. അമ്മ വീട്ടിൽ തന്നെ പാട എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണ്. എന്തൊരു സ്മെല്ലും ടേസ്റ്റുമാണെന്നറിയോ. അതിനൊരു പ്രത്യേക ട്രിക്കും അമ്മ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഈ ഒരു കേക്കാണ് കേട്ടോ, ഇത് എപ്പോഴും അമ്മ കൊണ്ടുവരുന്നതാണ്, പണ്ട് തുടങ്ങിയേ കൊണ്ടുവരുന്നതാണ്. കാരണം ഇത് അഷ്ടമിന് ഭയങ്കര ഇഷ്ടമാണ്, അത്ര ചെറുപ്പത്തിലേ തുടങ്ങി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവരും. പിന്നെ ഈവൂനെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 കേര തൈലം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈവു ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകുന്നുണ്ട്, ഭയങ്കര ടാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 4 തേച്ച് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ നന്നാവും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ അഷ്ടൂൻ്റെ കാലുമ്മ ധാര ചെയ്യാൻ വേണ്ടിയിട്ട് മുറിവെണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്. അഷ്ടൂൻ്റെ കാലിന് ലിഗമെൻറ്റിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധാര ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഈ പാർലേൻ്റെ റസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നല്ല പുള്ളിയുള്ള മോര് കൊണ്ടുവന്നിട്ടുണ്ടോ. അമ്മ പറയുന്നുണ്ട് അവിടെ നിന്ന്, കുപ്പി കാണിക്കല്ലേ, ഞാൻ പഴയ ഒരു കുപ്പി എടുത്ത് കൊണ്ടുവന്നതാണെന്ന്. അപ്പം അമ്മ കൈ കിട്ടിയ കുപ്പിയിലെടുത്ത് കൊണ്ടുവന്നതാണ്. നല്ല പുളിയുള്ള മോര്. ഇവിടെ പുളിക്കാൻ ഇത്തിരി പാടാണല്ലോ തണുപ്പുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒഴിക്കുകയോ അല്ലെങ്കിൽ അച്ഛന് നല്ല പുളിയുള്ള മോര് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന മോര് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവന് കൊണ്ടതാണ് ഈ റുബിക് ക്യൂബ് 2 ചെറുതും വലുതുമായിട്ട്. അതിന് കുറച്ചും കൂടി ഒരു മൈൻഡ് ഗെയിംസ് ഒക്കെ കളിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അമ്മ കൊണ്ടുവന്നത്. പിന്നെ അതല്ല, സ്പെഷ്യലായിട്ട് ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അതായത് ഗുരുവായൂർ അമ്പലത്തിലെ ആടിയ എണ്ണ എന്ന് പറയും. ഗുരുവായൂർ സ്ഥിരമായിട്ട് പോകുന്നവർക്കറിയാം, ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് ആക്ച്വലി അവിടെ ഭഗവാന് എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എണ്ണയാണ് ആടിയ എണ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ടറിൽ ചോദിച്ചാൽ വാങ്ങിക്കാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ വിശ്വാസമുള്ളവർക്ക് ഉള്ള ഒരു സംഭവമാണ്. അതായത് ഭഗവാൻ ആടിയ എണ്ണ ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്, ഒരു സ്പിരിച്വൽ പവറൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ചാൽ മാറും എന്നൊരു വിശ്വാസം. അത് അങ്ങനെ ഉള്ളവർക്ക് വിശ്വസിക്കാവുന്ന കാര്യമാണ് കേട്ടോ. അല്ലാത്തവർ പറയും അതുകൊണ്ടൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കും. പക്ഷേ നിങ്ങളിവിടെ പൊതുവെ എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഇത് സ്പെഷ്യലായിട്ട് ഇത്തവണ പോയി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും താള് വെച്ചിട്ട് നമ്മൾ ഇന്ന് കൂട്ടാനുണ്ടാക്കാൻ പോവാണ്. ഇത് കുറേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് താളും പരിപ്പും ഒക്കെ കൂടിയിട്ട് കുറച്ച് പുളി ഇട്ടിട്ട് നമ്മൾ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ പട്ടാമ്പിയിൽ നിന്ന് കൊണ്ടുവന്ന അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ടേക്ക് കെയർ, ബൈ.